നമസ്കാരം. BBC വാർത്തകൾ ആരംഭിക്കുന്നു. ആദ്യം പ്രധാന വാർത്തകൾ. മഴക്കാലത്തിന് മുന്നോടിയായി വിവിധ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിർവഹിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. കുടിവെള്ള വിതരണത്തിനായി വെട്ടിപ്പൊളിച്ച റോഡ് കോൺക്രീറ്റ് ചെയ്തില്ല. മഴയിൽ റോഡ് തകർന്നു. വാഴത്തോപ്പ് പഞ്ചായത്തിൽ ഭൂമിയാങ്കുളം വാസപ്പാറ കൊക്കരക്കുള്ള റോഡിലാണ് ഇങ്ങനെയൊരു ദുരവസ്ഥ. മുസ്ലിം യൂത്ത് ലീഗ് ഇടവെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PM അബ്ബാസ് മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോടിക്കുളം അഞ്ചക്കളം ദേവസ്വം ട്രസ്റ്റിന്റെ കീഴിലുള്ള അഞ്ചക്കളം മഹാദേവി ക്ഷേത്രത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ആചരണവും മഹാകാരി സിദ്ധി പൂജയും നടന്നു. ക്ഷേത്രം ആചാര്യൻ ചേർത്തല സുമിത് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മുതലക്കൊടൻ ജയ്ഹിന്ദ് ലൈബ്രറി ആരംഭിച്ച പാട്ടുപുര 2ാം മാസവും സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. വാർത്തകൾ വിശദമായി. മഴക്കാലത്തിന് മുന്നോടിയായി വിവിധ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിർവഹിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ ചേർന്ന ജില്ലാ ദുരന്ത നിവാരണ സമിതി യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു കളക്ടർ. യോഗത്തിൽ സബ് കളക്ടർമാരായ അരുൺ S. നായർ, VM ജയകൃഷ്ണൻ, ADM B. ജ്യോതി, മറ്റു വകുപ്പ് മേധാവികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. മൺസൂണിന് മുന്നോടിയായി സ്വീകരിക്കേണ്ട കാര്യങ്ങളെപ്പറ്റി വിശദമായ ചർച്ചകളും നിർദ്ദേശങ്ങളുമാണ് യോഗത്തിൽ ഉയർന്നത്. വർഷകാലത്തെ അപകടരഹിതമാക്കാൻ ഓരോ വകുപ്പുകളും സ്വീകരിക്കേണ്ട നടപടികൾ യോഗത്തിൽ ചർച്ചയായി. മഴക്കാലം ശക്തമാകുന്നതിന് മുമ്പ് പൂർത്തീകരിക്കേണ്ടതായ നടപടികൾ സംബന്ധിച്ച് കളക്ടർ നിർദ്ദേശങ്ങൾ നൽകി. നമുക്ക് എല്ലാവർക്കും അറിയാം, വേനൽ മഴ ഇപ്പോൾ ശക്തിയായിട്ട് എല്ലാ ദിവസവും ഉണ്ട്. അതിനുശേഷം മെയ് 31 ശേഷം തന്നെ കാലവർഷം എത്തുമെന്ന പ്രവചനമുള്ളതുകൊണ്ട് കാലവർഷത്തിൻ്റെ ഭാഗമായിട്ട് മുന്നൊരുക്കങ്ങൾ ചെയ്യേണ്ടതായ കാര്യങ്ങളാണ് പ്രത്യേകിച്ച് ഇവിടെ പറയുന്നത്. അപകട സാധ്യതാ മേഖലകളും അതുപോലെ അപകട സാധ്യത മേഖലകളിൽ നിന്ന് മാറ്റി പാർപ്പിക്കേണ്ട ആളുകളുടെ പട്ടികയും കൃത്യമായിട്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനവും അതുപോലെ റവന്യൂ വകുപ്പും കൂടി ചേർന്ന് തയ്യാറാക്കി അത് ക്രോഡീകരിച്ച് താലൂക്ക് അടിസ്ഥാനത്തിൽ ക്രോഡീകരിച്ച് ജില്ലയിൽ സൂക്ഷിക്കുന്ന ഒരു നടപടി എടുക്കാനായിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതുപോലെ ഇടുക്കി ജില്ലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൺസേൺ ആയിട്ടുള്ള റോഡ് വശങ്ങളിൽ നിൽക്കുന്ന അപകടകരമായി നിൽക്കുന്ന മരങ്ങൾ, അതുപോലെ പാറ, ഇതുപോലുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് പരിശോധിച്ച് അത് നീക്കം ചെയ്യേണ്ട കാര്യങ്ങളാണെങ്കിൽ കൃത്യമായിട്ട് നീക്കം ചെയ്യാനുള്ള നിർദ്ദേശം നൽകിയിട്ടുണ്ട്. PWD, NH, പഞ്ചായത്ത് അതുപോലെയുള്ള റോഡുകൾ കൃത്യമായി അതിൻ്റെ ഇരുവശങ്ങളിലുമുള്ള കാടുകളൊക്കെ വെട്ടി വൃത്തിയാക്കാനായിട്ട് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. വനം വകുപ്പിൻ്റെ കീഴിലുള്ള പ്രദേശങ്ങളിലും ഇതുപോലെ റോഡിലേക്ക് ചാഞ്ഞു നിൽക്കുന്ന മരങ്ങൾ മാറ്റുന്നതിനും അതുപോലെ കാടുകൾ വെട്ടിത്തെളിക്കുന്നതിനുള്ള നിർദ്ദേശം ഓൾറെഡി നൽകിയിട്ടുണ്ട്. മറ്റൊന്ന് KSEBയുടെ പല ലൈനുകളും കൃത്യമായിട്ട് പരിശോധന നടത്തി അപകടങ്ങളൊന്നുമില്ല എന്ന് ഉറപ്പാക്കുകയും ട്രാൻസ്ഫോമർ അതുപോലെയുള്ള കാര്യങ്ങൾ നല്ല രീതിയിലാണ് പ്രവർത്തിക്കുന്നത് എന്ന് ഉറപ്പാക്കാനും പറഞ്ഞിട്ടുണ്ട്. ടച്ച് വെട്ടുക തുടങ്ങിയ കാര്യങ്ങളിലൊക്കെ മുന്നമേ തന്നെ മഴക്കാലം വരുന്നതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യാനായിട്ട് ഡയറക്ഷൻസ് കൊടുത്തിട്ടുണ്ട്. യോഗത്തിൽ സബ് കളക്ടർമാരായ അരുൺ S. നായർ, VM ജയകൃഷ്ണൻ, ADM B. ജ്യോതി, മറ്റു വകുപ്പ് മേധാവികൾ, ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. കോതമംഗലം താലൂക്കിലെ അടിവാട് ടൗണിന് സമീപം പ്ലൈവുഡ് കമ്പനികൾ തുടങ്ങുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പ്രതിഷേധ യോഗം പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. അബുലൈസ് മംഗലത്തെ യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. കോതമംഗലം താലൂക്കിലെ അടിവാട് ടൗണിന് സമീപം പ്ലൈവുഡ് കമ്പനികൾ തുടങ്ങുന്നതിനെതിരെ നാട്ടുകാർ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചു. പല്ലാരിമംഗലം പഞ്ചായത്തിലെ അടിവാട് ഭാഗത്ത് വരാൻ പോകുന്ന പ്ലൈവുഡ് കമ്പനികൾക്ക് എതിരെ ജനകീയ കൂട്ടായ്മയാണ് ടൗണിൽ പ്രതിഷേധ യോഗം സംഘടിപ്പിച്ചത്. 1000-ൽ പരം കുട്ടികൾ പഠിക്കുന്ന സർക്കാർ ഹയർ സെക്കൻഡറി സ്കൂളിന് സമീപവും പരമ്പരാഗത ജലസ്രോതസ്സുകൾ മലിനപ്പെടുത്തിയുമാണ് പരിസ്ഥിതി മലിനീകരണത്തിന് കാരണമാകുന്ന പ്ലൈവുഡ് കമ്പനികൾ സ്ഥാപിക്കാൻ ഒരുങ്ങുന്നത്. ഇതിനെതിരെ മാസങ്ങളായി നാട്ടുകാർ പ്രതിഷേധത്തിലാണ്. ഇതോടനുബന്ധിച്ചാണ് അടിവാട് ടൗണിൽ പ്രതിഷേധ പ്രകടനവും പൊതുയോഗവും സംഘടിപ്പിച്ചത്. പ്രതിഷേധ യോഗം പരിസ്ഥിതി പ്രവർത്തകൻ CR നീലകണ്ഠൻ ഉദ്ഘാടനം ചെയ്തു. മുതൽ മുടക്ക് നടത്തിയതിനു ശേഷം
നിർത്തിവെക്കണമെന്ന് പറയുമ്പോൾ പല സുഹൃത്തുക്കളും പറയാറില്ല, അയാളിപ്പോൾ പൈസ മുടക്കിയല്ലേ, അയാളുടെ ജീവിതമല്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. പക്ഷെ ഇവിടെ നിങ്ങൾ വളരെ കൃത്യമായി ഇതിന്റെ അപകടം നേരത്തെ മനസ്സിലാക്കി അതിനെതിരായി ശബ്ദമുയർത്തുകയും ഈ നാട്ടിലെ ജനങ്ങളെ ഇക്കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഇത്തരം ജാഥകളും പ്രതിഷേധ സംഗമങ്ങളും നടത്തുകയും ചെയ്യുന്നതാണ് വലിയൊരു കാര്യമാണ്. കാരണം നമ്മൾ എപ്പോഴും പറയാറുണ്ട്, പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. ഒരു രോഗം വന്ന് ചികിത്സിക്കുന്നതിനേക്കാൾ പല രോഗങ്ങളും ഇപ്പോൾ ചികിത്സ തന്നെ ഇല്ലാതായിരിക്കുന്നു. ചികിത്സിക്കുന്നതിനേക്കാൾ നല്ലത് ആ രോഗം വരാതെ പ്രതിരോധം ഏർപ്പെടുത്തുകയാണ് എന്നത്. അതിന്റെ ഭാഗമായാണ് ഇവിടെ വന്നിട്ടുള്ളത്. പ്ലൈവുഡ് ഫാക്ടറി ചുറ്റുപാടുമുള്ള സമൂഹത്തിന്, അവിടുത്തെ വായുവിന്, വെള്ളത്തിന്, മണ്ണിന്, മനുഷ്യർക്ക് എന്തൊക്കെ തരത്തിലുള്ള കുഴപ്പങ്ങൾ ഉണ്ടാക്കാം എന്നറിയാൻ പല്ലാരിമംഗലത്തുകാർക്ക് വളരെ ദൂരെയൊന്നും പോകേണ്ടതില്ല. അബുലൈസ് മംഗലത്ത് യോഗത്തിൽ അധ്യക്ഷത വഹിച്ചു. മോഹിൻ കെ ആലിയാർ, നിഷാദ് കെ എം, മൻസൂർ, അടിവാട്, പ്രമോദ് പി ജോസഫ് തുടങ്ങിയവർ യോഗത്തിൽ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. കുടിവെള്ള വിതരണത്തിനായി വെട്ടിപ്പൊളിച്ച റോഡ് കോൺക്രീറ്റ് ചെയ്തില്ല. മഴയിൽ റോഡ് തകർന്നു. ജലജീവൻ മിഷൻ കുടിവെള്ള പൈപ്പുകൾ സ്ഥാപിക്കാനായി റോഡിന്റെ ഐറിഷ് ഓട വെട്ടിപ്പൊളിച്ചിട്ട് കോൺക്രീറ്റ് ചെയ്യാത്തതാണ് റോഡ് തകരാൻ കാരണം. വാഴത്തോപ്പ് പഞ്ചായത്തിൽ ഭൂമിയാങ്കുളം വാസുപ്പാറ കൊക്കരക്കുളം റോഡിനാണ് ഇങ്ങനെയൊരു ദുരവസ്ഥ. വാഴത്തോപ്പ് പഞ്ചായത്തിൽ ഭൂമിയാങ്കുളം വാസുപ്പാറ കൊക്കരക്കുളം റോഡാണ് ജൽജീവൻ മിഷൻ അധികൃതരുടെ അശാസ്ത്രീയ നിർമ്മാണത്തിൽ തകർന്നത്. 4 മാസങ്ങൾക്ക് മുമ്പ് റോഡിന്റെ ഐറിഷ് ഓടയുടെ കോൺക്രീറ്റ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുത്തിപ്പൊളിച്ചത് വാസുപ്പാറയിൽ നിർമ്മിക്കുന്ന ജലസംഭരണിയിലേക്ക് വെള്ളം എത്തിക്കാനുള്ള വലിയ പൈപ്പും ഗുണഭോക്താക്കൾക്ക് ശുദ്ധജലം വിതരണം ചെയ്യാനുള്ള പൈപ്പും ഇവിടെ സ്ഥാപിച്ചിട്ടുള്ളതാണ്. എന്നാൽ മാസങ്ങൾ കഴിഞ്ഞിട്ടും ഓട കോൺക്രീറ്റ് ചെയ്യാത്തതാണ് റോഡിന്റെ നാശത്തിന് കാരണമായത്. ഓട കുത്തിപ്പൊളിച്ചപ്പോൾ നാട്ടുകാർ തടഞ്ഞിരുന്നുവെങ്കിലും ഉടൻ തന്നെ കോൺക്രീറ്റ് ചെയ്യുമെന്ന ഉറപ്പിന്മേൽ നിർമ്മാണം തുടരുകയായിരുന്നു. 2019 ഡിസംബർ മാസം ഭൂമിയാങ്കുളം പള്ളിയുടെ കൂദാശിയോടനുബന്ധിച്ചാണ് ഐറിഷ് ഓടയുൾപ്പെടെ നിർമ്മിച്ച് റോഡ് നവീകരിച്ചത്. പള്ളിയുടെ നേതൃത്വത്തിൽ ജില്ലാ പഞ്ചായത്തിൽ നിന്ന് അനുവദിച്ച 10 ലക്ഷം രൂപ ഉപയോഗിച്ചാണ് റോഡ് നിർമ്മിച്ചത്. എന്നാൽ ഇന്നലെ പെയ്ത കനത്ത മഴയിൽ കുത്തിയൊലിച്ചെത്തിയ മലവെള്ളത്തിൽ റോഡ് തകരുകയായിരുന്നു. 4 അടിയോളം താഴ്ചയിൽ വലിയ ഗർത്തമാണ് റോഡിന്റെ ഒരു വശത്ത് രൂപപ്പെട്ടിരിക്കുന്നത്. ഭൂമിയാങ്കുളം ടൗൺ മുതൽ പള്ളി വരെയുള്ള ഭാഗമാണ് പൂർണ്ണമായും തകർന്നിരിക്കുന്നത്. അടിയന്തരമായി കുത്തിപ്പൊളിച്ച ഭാഗം കോൺക്രീറ്റ് ചെയ്തില്ല എങ്കിൽ വരും ദിവസങ്ങളിൽ ഉണ്ടാകുന്ന മഴയിൽ റോഡ് പൂർണ്ണമായി തകരുമെന്നതിൽ സംശയമില്ല. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. മുസ്ലിം യൂത്ത് ലീഗ് ഇടവെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PM അബ്ബാസ് മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. യൂത്ത് ലീഗ് തൊടുപുഴ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷമീർ മംഗളാംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. PM യൂസഫ് കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നൽകി. മുസ്ലിം യൂത്ത് ലീഗ് ഇടവട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ മാർത്തോമ മദ്രസ ഹാളിൽ വെച്ച് സംഘടിപ്പിച്ച മെറിറ്റ് ഡേ ചടങ്ങിൽ SSLC +2 പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PM അബ്ബാസ് മാസ്റ്റർ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. വളരെ അഭിമാനം തോന്നിയ തൊടുപുഴ നിയോജക മണ്ഡലത്തിലെ ഇടവട്ടി പഞ്ചായത്തിൽ ആദ്യമായി SSLC പഠിച്ച കുട്ടികൾക്ക്, +2 പഠിച്ച കുട്ടികൾക്ക് ഇവിടുത്തെ യൂത്ത് ലീഗും MSFും മുസ്ലിം ലീഗിൻ്റെ സപ്പോർട്ടോടുകൂടി ഇത്തരം ഒരു അവാർഡ് സംഘടിപ്പിച്ചത്. ഇതാണ് ധാർമ്മികത, ഇതാണ് വിദ്യാഭ്യാസം, ഇതാണ് പുരോഗമനം. ഞാൻ പറഞ്ഞത് കാലഘട്ടത്തിൻ്റെ മുസ്ലിം ലീഗ് പ്രസ്ഥാനം ഈ കാലഘട്ടത്തിൽ സമൂഹത്തിന് ഉണ്ടാക്കി കൊടുത്ത നേട്ടങ്ങളെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത്. അവിടെയാണ് CH മുഹമ്മദ് കോയ സാഹിബിൻ്റെ ഏറ്റവും പ്രധാനമായ വിദ്യാഭ്യാസ കാഴ്ചപ്പാടുകൾ. ഞങ്ങൾക്ക് അഭിമാനത്തോടുകൂടി പറയാൻ കഴിയുന്നു, കേരള സംസ്ഥാനത്തുള്ള 14ഓളം യൂണിവേഴ്സിറ്റികളിൽ 12 യൂണിവേഴ്സിറ്റി ഒട്ടാക്കിയതും ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ വിദ്യാഭ്യാസ മന്ത്രിമാരായിരുന്നു എന്നുള്ളത് ഇന്ത്യ ചരിത്രത്തിൻ്റെ ചരിത്രമാണ് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. വിദ്യാഭ്യാസ രംഗത്ത് ഞങ്ങൾ ചെയ്തുള്ള സേവനങ്ങളാണ്. നമ്മുടെ ഇടവട്ടി പഞ്ചായത്തിൽ ഇന്ന് ഈ അവാർഡ് മേടിക്കുന്ന കുട്ടികളിൽ നിന്നും ഞങ്ങളുടെ ഒരു താല്പര്യം, ഇതിൽ നിന്നും ഈ നാട് ഭരിക്കുന്ന IASകാരും IPSകാരും ISSകാരും ഒക്കെ ഉണ്ടാവണം. യൂത്ത് ലീഗ് തൊടുപുഴ നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ഷമീർ മംഗളാംപറമ്പിൽ അധ്യക്ഷത വഹിച്ചു. PM യൂസഫ് കുട്ടികൾക്ക് മോട്ടിവേഷൻ ക്ലാസ് നൽകി. STU ജില്ലാ പ്രസിഡന്റ് നൌഷാദ് വഴിക്കൽപുരീടം, ഗ്ലോബൽ KMCC ഇടുക്കി ജില്ലാ പ്രസിഡന്റ് താഹ വെട്ടിപ്ലാക്കൽ, കർഷക സംഘം ജില്ലാ പ്രസിഡന്റ് മുഹമ്മദ് ഇരുമ്പുപാലം,
മുസ്ലിം യൂത്ത് ലീഗ് നിയോജക മണ്ഡലം പ്രസിഡന്റ് നിഷാദ് കെ.എം, ഇടവട്ടി ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷ ഷീജ നൌഷാദ്, ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ അസീസ് ഇല്ലിക്കൽ, മെമ്പർ താഹിറ അമീർ, യൂത്ത് കോൺഗ്രസ് മണ്ഡലം സെക്രട്ടറി ലത്തീഫ് തൊട്ടിപ്പറമ്പിൽ, RSP ജില്ലാ സെക്രട്ടേറിയറ്റ് മെമ്പർ VS അബ്ബാസ്, മുസ്ലിം ലീഗ് ഇടവട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് അമീർ വാണിയപ്പുരയിൽ, സെക്രട്ടറി ഷാജഹാൻ ആറ്റുപുറത്ത്, വനിതാ ലീഗ് ഇടവട്ടി പഞ്ചായത്ത് പ്രസിഡന്റ് സൗദ റിയാസ്, സെക്രട്ടറി ഉമൈബ ഷാജി, FLTC തൊടുപുഴ ബ്ലോക്ക് കോർഡിനേറ്റർ അസീസ് അബ്ദുൾ കരീം, യൂത്ത് ലീഗ് ഇടവട്ടി പഞ്ചായത്ത് ഭാരവാഹികളായ അജിനാസ് വഴിക്കൽപുരീടം, സക്കീർ, യൂനുസ്, ഷാജഹാൻ, താജു എന്നിവർ ആശംസകൾ നേർന്നു. യോഗത്തിൽ ഇടവട്ടി പഞ്ചായത്ത് യൂത്ത് ലീഗ് സെക്രട്ടറി അഷ്കർ ബിൻ ഷുക്കൂർ സ്വാഗതവും MSF തൊടുപുഴ നിയോജക മണ്ഡലം ജോയിന്റ് സെക്രട്ടറി മൻസിഫ് ഇസ്മായിൽ നന്ദിയും പറഞ്ഞു. ന്യൂസ് ബ്യൂറോ, ഇടവട്ടി. കോടിക്കുളം അഞ്ചക്കുളം ദേവസ്വം ട്രസ്റ്റിന്റെ കീഴിലുള്ള അഞ്ചക്കുളം മഹാദേവി ക്ഷേത്രത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ആചരണവും മഹാകാര്യ സിദ്ധി പൂജയും നടന്നു. ക്ഷേത്രം ആചാര്യൻ ചേർത്തല സുമിത് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നൂറുകണക്കിന് ഭക്തരാണ് ജില്ലയ്ക്കകത്തു നിന്നും പുറത്തു നിന്നും കാര്യസിദ്ധി പൂജയ്ക്കായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. കോടിക്കുളം അഞ്ചക്കുളം ദേവസ്വം ട്രസ്റ്റിന്റെ കീഴിലുള്ള അഞ്ചക്കുളം മഹാദേവി ക്ഷേത്രത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ആചരണവും മഹാകാര്യസിദ്ധി പൂജയും നടന്നു. ക്ഷേത്രമാചാര്യൻ ചേർത്തല സുമിത് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്വത്തിലാണ് ചടങ്ങുകൾ നടന്നത്. നൂറുകണക്കിന് ഭക്തരാണ് ജില്ലയ്ക്കകത്തു നിന്നും പുറത്തുനിന്നും കാര്യസിദ്ധി പൂജയ്ക്കായി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്നത്. ആദ്യ വെള്ളി ആചരണത്തിന്റെ ഭാഗമായി ക്ഷേത്രത്തിൽ സോപാന സംഗീതം, അറുനാഴി പായസം എന്നീ വഴിപാടുകളും നടന്നു. കാര്യസിദ്ധി പൂജയ്ക്കെത്തുന്ന ഭക്തർക്കായി പ്രസാദിയൂട്ടും ഒരുക്കിയിരുന്നു. അടുത്ത ആദ്യവെള്ളി ആചരണവും കാര്യസിദ്ധി പൂജയും ജൂൺ മാസം 21 നടക്കുമെന്നും അന്നേ ദിവസം എത്തുന്ന ഭക്തർക്ക് യാതൊരു ബുദ്ധിമുട്ടും വരാത്ത രീതിയിൽ സൗകര്യങ്ങൾ ക്ഷേത്രത്തിൽ ഒരുക്കുമെന്നും ക്ഷേത്രം പ്രസിഡന്റ് ജയൻ കുന്നംപുറത്ത്, സെക്രട്ടറി PR രവീന്ദ്രനാഥൻ, ട്രഷറർ സുധീർ MP എന്നിവർ പറഞ്ഞു. അഞ്ചക്കുളം ശ്രീ മഹാദേവി ക്ഷേത്രത്തിൽ നടന്ന മഹാകാര്യസിദ്ധി പൂജയിൽ ആയിരക്കണക്കിന് ഭക്തജനങ്ങൾ പങ്കെടുക്കുന്നതാണ് നിങ്ങൾ കാണുന്നത്. എത്തിച്ചേരുന്ന എല്ലാ ഭക്തജനങ്ങളുടെയും അടിസ്ഥാനപരമായ എല്ലാ ആവശ്യങ്ങളും നിർവഹിക്കുന്നതിനാവശ്യമായ സൗകര്യങ്ങൾ ക്ഷേത്രം ഏർപ്പെടുത്തുന്നു. ഈ ജില്ലയിൽ നിന്നും സമീപ ജില്ലയിൽ നിന്നും ആയിരക്കണക്കിന് ജനങ്ങൾ അവരുടെ ആഗ്രഹ സാഫല്യത്തിനായി മഹാകാര്യസിദ്ധി പൂജ സമർപ്പിക്കുകയാണ്. ഈ വരുന്ന ജൂൺ മാസം 21 തീയതി അടുത്ത കാര്യസിദ്ധി പൂജ നടക്കുകയാണ്. എത്തിച്ചേരുന്ന എല്ലാ ജനങ്ങൾക്കും ആവശ്യമായ സൗകര്യങ്ങൾ ക്ഷേത്ര ഭരണസമിതി ഒരുക്കിക്കൊണ്ട് ഇപ്പോഴേ തന്നെ ഒരുക്കുന്നതിനുള്ള ശ്രമങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. എല്ലാ ഭക്തജനങ്ങളെയും അടുത്ത കാര്യസിദ്ധി പൂജയിലേക്ക് ജൂൺ മാസം 21 തീയതി നടക്കുന്ന മഹാകാര്യസിദ്ധി പൂജയിലേക്ക് ആദരവോടെ ക്ഷണിക്കുകയാണ്. വന്ന് കണ്ട് അമ്മയുടെ അനുഗ്രഹങ്ങൾ വാങ്ങി നിങ്ങളുടെ ആഗ്രഹങ്ങൾ സാഫല്യീകരിക്കുന്നതിനായി മഹാകാര്യസിദ്ധി പൂജ സമർപ്പിച്ച് ധന്യരാകണമെന്ന് ദേവീനാമത്തിൽ അപേക്ഷിക്കുന്നു. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. സ്കൂൾ തുറക്കാൻ ഇനി 2 ആഴ്ച മാത്രം. പല വർണ്ണങ്ങളിൽ പുത്തൻ ട്രെൻഡുകളുമായി സ്കൂൾ വിപണി സജീവമായി. ബാഗ്, കുട, വാട്ടർ ബോട്ടിൽ, ചെരുപ്പ്, ഷൂസ്, ബോക്സ്, നോട്ട്ബുക്ക്, പേന, പെൻസിൽ, നെയിൽ സ്ലിപ്പ് എന്നിങ്ങനെ നീളുന്നു വിപണിയിലെ താരനിര. വ്യാപാരികൾ വലിയ പ്രതീക്ഷയിലാണെങ്കിലും വിലക്കയറ്റത്തിൽ രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ട്. സ്കൂൾ തുറക്കാൻ ഇനി 2 ആഴ്ച മാത്രം. പല വർണ്ണങ്ങളിൽ പുത്തൻ ട്രെൻഡുകളുമായി സ്കൂൾ വിപണി സജീവമായി. ബാഗ്, കുട, വാട്ടർ ബോട്ടിൽ, ചെരുപ്പ്, ഷൂസ്, ബോക്സ്, നോട്ട്ബുക്സ്, പേന, പെൻസിൽ, നെയിം സ്ലിപ്പ് എന്നിങ്ങനെ നീളുന്നു വിപണിയിലെ താരനിര. വ്യാപാരികൾ വലിയ പ്രതീക്ഷയിലാണെങ്കിലും വിലക്കയറ്റത്തിൽ രക്ഷിതാക്കൾക്ക് ആശങ്കയുണ്ട്. സ്കൂൾ വിപണിയിൽ പല ഇനങ്ങൾക്കും കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് 10 മുതൽ 20% വരെ വില വർധനയുണ്ട്. ബാഗ്, കുട, മഴക്കോട്ട്. സ്കൂൾ തുറക്കുമ്പോൾ വ്യാപാരികളുടെ പ്രതീക്ഷ മുഴുവൻ സ്കൂൾ ബാഗുകളിലും കുടകളിലുമാണ്. വർണ്ണക്കുടകളും സൂപ്പർ ഹീറോകളുടെയും കാർട്ടൂൺ താരങ്ങളുടെയും ചിത്രങ്ങളുള്ള ബാഗുകളുമെല്ലാം കടകളിൽ നിരന്നു കഴിഞ്ഞു. ബാഗ്, കുട വിപണിയിൽ വൻകിട ബ്രാൻഡുകൾ തമ്മിലാണ് മത്സരം. ബ്രാൻഡഡ് ഉൽപ്പന്നങ്ങൾക്ക് വില കൂടുതലാണെങ്കിലും ഗുണമേന്മയും സൗജന്യങ്ങളും ഗ്യാരണ്ടിയും
പ്രൈസുമെല്ലാം ഉപഭോക്താക്കളെ ആകർഷിക്കുന്നു. വിവിധ ബ്രാൻഡുകളുടെ ബാഗുകൾക്കും കുടകൾക്കും പുറമെ വില കുറഞ്ഞ കമ്പനികളുടെ ഉൽപ്പന്നങ്ങളും ലഭ്യമാണ്. മുൻപത്തെ അപേക്ഷിച്ച് ആളുകൾ ഇപ്പോൾ കൂടുതലായി ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിൽ നിന്ന് സാധനങ്ങൾ വാങ്ങുന്നുണ്ട്. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ പടിക്കൽ പഞ്ചാര സമരം നടത്തി. സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യതക്കുറവിനെതിരെയാണ് സമരം നടത്തിയത്. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. കുമളി മണ്ഡലം പ്രസിഡന്റ് PP റഹീം അധ്യക്ഷത വഹിച്ചു. കോൺഗ്രസ് കുമളി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സപ്ലൈകോ പടിക്കൽ പഞ്ചാര സമരം നടത്തി. സപ്ലൈകോയിലെ നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യതക്കുറവിനെതിരെയാണ് സമരം നടത്തിയത്. കോൺഗ്രസ് ജില്ലാ ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് യോഗം ഉദ്ഘാടനം ചെയ്തു. സബ്സിഡി കിട്ടുന്ന ഒരു സാധനങ്ങളും സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നൽകാതെ ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളെ ഉപദ്രവിക്കുന്ന ഒരു നിലപാടാണ് പിണറായി വിജയന്റെ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരു കുടുംബത്തിന് 10 കിലോ അരി സബ്സിഡി നിരക്കിൽ കൊടുത്തുകൊണ്ടിരുന്നു. ഈ 10 കിലോ അരി സബ്സിഡി നിരക്കിൽ ഈ സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ നിന്ന് കൊടുത്തിരുന്നത് ഇപ്പോൾ നമ്മൾ കടന്നെന്ന് ചോദിച്ചാൽ 5 കിലോ മാത്രമാണ് കുടുംബത്തിന് കൊടുക്കുന്നത്. പഞ്ചസാര എന്ന് പറയുന്ന സാധനം സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിൽ ഇല്ല. ഉപ്പ് തൊട്ട് കർപ്പൂരം വരെ സർവ്വ സാധനങ്ങൾക്കും വില വർദ്ധിപ്പിച്ചുകൊണ്ട് സപ്ലൈകോ സൂപ്പർ മാർക്കറ്റിനെ നോക്കുകുത്തിയാക്കി മാറ്റിയിരിക്കുകയാണ് പിണറായി വിജയനും LDFന്റെ ഗവൺമെന്റ്. ഇതിനെതിരായിട്ടാണ് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സമരം ചെയ്യുന്നത്. സാധാരണക്കാരായ ആളുകളെ ഇങ്ങനെ ഉപദ്രവിക്കുമ്പോൾ, സാധാരണക്കാരായ ആളുകളെ ഇങ്ങനെ ദ്രോഹത്തിലേക്ക് തള്ളിവിടുമ്പോൾ, ഒരു സൈഡിൽ ഇത്തരത്തിൽ ആളുകളെ ഉപദ്രവിക്കുമ്പോൾ മറു സൈഡിൽ ആളുകൾ ഇതിനേക്കാൾ വലിയ ഭീകരമായ മർദ്ദനം നടത്തുന്നത് പോലെ ആളുകളെ ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന നിലപാടാണ് ഈ ഗവൺമെന്റ് സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. സംസ്ഥാനത്തൊട്ടാകെ സപ്ലൈകോയിൽ നിത്യോപയോഗ സാധനങ്ങളുടെ ലഭ്യത കുറവ് നേരിടുകയാണ്. ഇതിനു പുറമെ വിലക്കയറ്റവും ജനജീവിതത്തെ സാരമായി ബാധിച്ചു. ഇതോടെയാണ് സംസ്ഥാന സർക്കാരിനെതിരായി സമരപരിപാടികൾ ആരംഭിച്ചത്. കുമളി സപ്ലൈകോ പടിക്കൽ വ്യത്യസ്തമായ പഞ്ചാര സമരം നടത്തി. സപ്ലൈകോയിൽ സാധനം വാങ്ങാനെത്തിയവർക്ക് സൗജന്യമായി പഞ്ചാര കിറ്റുകൾ വിതരണം ചെയ്തു. കുമളി മണ്ഡലം പ്രസിഡന്റ് PP റഹീം അധ്യക്ഷത വഹിച്ച യോഗം DCC ജനറൽ സെക്രട്ടറി ഷാജി പൈനാടത്ത് ഉദ്ഘാടനം ചെയ്തു. റോബിൻ കാരക്കാട്ട്, ബിജു ദാനിയൽ, സിറിൽ യോഹന്നാൻ, ശൈലജ ഹൈദ്രോസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, കുമളി. മുതലക്കുടം ജയ്ഹിന്ദ് ലൈബ്രറി സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊപ്പം സംഗീതത്തെയും ഇഴചേർത്ത് ഈ സാമ്പത്തിക വർഷത്തിൽ ആരംഭിച്ച പാട്ടുപുര 2ാം മാസവും സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ലൈബ്രറി പ്രസിഡന്റ് KC സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. മുതലക്കോടൻ ജയ്ഹിന്ദ് ലൈബ്രറി സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊപ്പം സംഗീതത്തെയും ഇഴചേർത്ത് ഈ സാമ്പത്തിക വർഷത്തിൽ ആരംഭിച്ച പാട്ടുപുര 2ാം മാസവും സംഘടിപ്പിച്ചു. ലൈബ്രറി ഹാളിൽ പ്രത്യേകം സജ്ജമാക്കിയ വേദിയിൽ പുതുതലമുറയുടെ സംഗീതാലാപനത്തോടെ മികച്ച സംഗീത വിരുന്നാണ് ഒരുക്കിയത്. സാംസ്കാരിക പ്രവർത്തനങ്ങൾക്കൊപ്പം കലയെ കൂടി ചേർത്തതിലൂടെ നല്ല മനസ്സുകളെ സൃഷ്ടിക്കുവാൻ ഗ്രന്ഥശാലയ്ക്ക് കഴിയും. അതിലൂടെ മാതൃകാപരമായ പ്രവർത്തനമാണ് ജയ്ഹിന്ദ് ലൈബ്രറി സംഘടിപ്പിക്കുന്നതെന്ന് ഉദ്ഘാടന പ്രസംഗത്തിൽ താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ പറഞ്ഞു. ലൈബ്രറി പ്രസിഡന്റ് KC സുരേന്ദ്രൻ അധ്യക്ഷത വഹിച്ചു. പഴയതും പുതിയതുമായ സിനിമാ ഗാനങ്ങൾക്കൊപ്പം നാടൻ പാട്ടും നാടക ഗാനങ്ങളും കോർത്തിണക്കി ഗായകരായ മഹേശ്വർ, അർച്ചന കൃഷ്ണൻ, ദേവിക VR, S വൈശാഖൻ എന്നിവർ ആലപിച്ചപ്പോൾ MJ ജോൺ ഓർഗണും ബൈജു മാത്യു തബലയും ജെയിംസ് TP റിതം പാടും ബോബൻ തൊടുപുഴ ക്ലാബ് ബോക്സിലൂടെയും പിന്നണിയൊരുക്കി. ലൈബ്രറിയുടെ വീട്ടുമുറ്റ പുസ്തക ചർച്ച പോലെ പ്രതിമാസ പാട്ടുപുരയും കേരളത്തിലെ ഗ്രന്ഥശാലകൾക്ക് മാതൃകയാവുകയാണ്. ജയ്ഹിന്ദ് ലൈബ്രറി ജോയിന്റ് സെക്രട്ടറി ജോസ് തോമസ് സ്വാഗതവും സെക്രട്ടറി PV സജീവ് നന്ദിയും പറഞ്ഞു. കൽപ്പാന്തകാലത്തോളം കാതരേ നീ എൻ മുന്നിൽ കൽഹാരഹാരവുമായി നിൽക്കും. കല്യാണരൂപനാകും കണ്ണന്റെ കരളിനെ കവർന്ന രാധികയെ പോലെ, കവർന്ന രാധികയെ പോലെ. കൽപ്പാന്തകാലത്തോളം കാതരേ നീ മുന്നിൽ
ന്യൂസ് ബ്യൂറോ തൊടുപുഴ. കോതമംഗലം നിയോജക മണ്ഡലത്തിലെ വാരപ്പെട്ടി പഞ്ചായത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. വാരപ്പെട്ടി പഞ്ചായത്തിൽ മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് തുടക്കമായി. പൊതുയിടങ്ങൾ, പരമ്പരാഗത ജലസ്രോതസ്സുകൾ, റബ്ബർ തോട്ടങ്ങൾ, മറ്റ് കൃഷിയിടങ്ങൾ, വഴിയോരങ്ങൾ, സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളുടെ വളപ്പുകൾ, കൊതുക് വളരാൻ സാധ്യതയുള്ള വിവിധ ഭാഗങ്ങൾ എന്നിവ ശുചീകരിച്ചുകൊണ്ടാണ് മഴക്കാല ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തുന്നത്. ശുചീകരണ പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം ആന്റണി ജോൺ MLA നിർവഹിച്ചു. പ്രത്യേകിച്ച് മഴക്കാലത്തോട് അടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമുക്കറിയാം, മഴക്കാലം എത്തുന്നതിന് മുൻപേ തന്നെ വിവിധ രോഗങ്ങൾ, മഞ്ഞപ്പിത്തം, എലിപ്പനി, ഡെങ്കിപ്പനി ഉൾപ്പെടെ കൂടുതലായി കേരളത്തിൽ പല പ്രദേശങ്ങളിലും റിപ്പോർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഏതായാലും ഈ വർഷം നമ്മൾ വളരെ ഗൗരവത്തോടു കൂടി ഈ ഒരു വിഷയത്തെ കൈകാര്യം ചെയ്തില്ല എങ്കിൽ പകർച്ചവ്യാധി വളരെ രൂക്ഷമായി, വളരെ ഗുരുതരമായ നിലയിലേക്ക് മാറുമെന്നുള്ളതാണ് ആരോഗ്യവകുപ്പ് അധികൃതരടക്കം സൂചിപ്പിക്കുന്നത്. അപ്പോൾ അതിൻ്റെ എല്ലാം ഗൗരവം ഉൾക്കൊണ്ടുകൊണ്ട് തന്നെയാണ് കേരളത്തിലെമ്പാടും 2 ദിവസക്കാലം, ഇന്നും നാളെയുമായി ജനങ്ങളുടെ പങ്കാളിത്തത്തോടു കൂടി എല്ലാവരെയും സഹകരിപ്പിച്ചുകൊണ്ട് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ഈ ഒരു ശുചീകരണ പ്രവർത്തനങ്ങൾ നമ്മൾ നടത്താൻ വേണ്ടി തീരുമാനിക്കുന്നത്. പഞ്ചായത്ത് പ്രസിഡന്റ് PK ചന്ദ്രശേഖരൻ നായർ അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ബിന്ദു ശശി, പഞ്ചായത്ത് അംഗങ്ങളായ KM സെയ്ദ്, KK ഹുസൈൻ, പ്രിയ സന്തോഷ്, ശ്രീകല C, ദിവ്യ സലി, പഞ്ചായത്ത് സെക്രട്ടറി MM ഷംസുദ്ദീൻ, വാരപ്പെട്ടി CHC ഹെൽത്ത് സൂപ്പർവൈസർ KR സുഗുണൻ, പൊതുജന ആരോഗ്യ വിഭാഗം ഉദ്യോഗസ്ഥരായ ഷൈനി സന്തോഷ്, മിനു, ഫാത്തിമ, മൈമു, ഷമീന, ഇന്ദിര, കരോളിൻ, അനു, ആശാവർക്കർമാരായ ഭാരതി, ഷീബ നാസർ, പുഷ്പ, ഹരിതസേന അംഗങ്ങൾ തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ കോതമംഗലം. മുളവൂർ മൗലത്തവീല അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ മുളവൂർ സ്വലാത്ത് നഗറിൽ ഈ വർഷം ഹജ്ജിന് പോകുന്ന ഹാജിമാർക്കായി ഹജ്ജ് പഠന ക്ലാസും ഹാജിമാർക്ക് യാത്രയയപ്പും നൽകി. എറണാകുളം ജില്ലാ ഹജ്ജ് ട്രെയിനർ EK കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മാലത്തവീല അക്കാദമി പ്രിൻസിപ്പൽ ചെറിയകോയ അൽ ഖാസ്മി അധ്യക്ഷത വഹിച്ചു. സയ്യദ് ഷറഫുദ്ദീൻ സാദി അൽ മുഖൈബിലി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. മുളവൂർ മൗലദ്ദവീല അക്കാദമിയുടെ ആഭിമുഖ്യത്തിൽ മുളവൂർ സ്വലാത്ത് നഗറിൽ ഈ വർഷം ഹജ്ജിന് പോകുന്ന ഹാജിമാർക്കായി ഹജ്ജ് പഠന ക്ലാസും ഹാജിമാർക്ക് യാത്രയയപ്പും നൽകി. എറണാകുളം ജില്ലാ ഹജ്ജ് ട്രെയിനർ EK കുഞ്ഞുമുഹമ്മദ് ഉദ്ഘാടനം ചെയ്തു. മൗലദവി അക്കാദമി പ്രിൻസിപ്പൽ ചെറിയകോയ അൽ ഖാസിമി അധ്യക്ഷത വഹിച്ചു. സയ്യിദ് ഷറഫുദ്ദീൻ സാദി അൽ മുഖേബിലി തങ്ങൾ പ്രാർത്ഥനയ്ക്ക് നേതൃത്വം നൽകി. സംസ്ഥാന ഹജ്ജ് കമ്മിറ്റി വോളണ്ടിയറായി തിരഞ്ഞെടുത്ത മുളവൂർ സ്വദേശിയും എറണാകുളം റൂറൽ DCRB അസിസ്റ്റന്റ് സബ് ഇൻസ്പെക്ടർ ഓഫ് പോലീസ് PA മനാഫിനെ ചടങ്ങിൽ ആദരിച്ചു. സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ അൽ മുഖൈബിലി സ്വാഗതം പറഞ്ഞു. തിരുവനന്തപുരം ജോയിന്റ് എക്സൈസ് കമ്മീഷണർ MM നാസർ, കോതമംഗലം മേഖല ഹജ്ജ് ട്രെയിനർ നവാസ് നെല്ലിക്കുഴി, മുളവൂർ സെൻട്രൽ ജുമാ മസ്ജിദ് ഇന്ററിംഗ് മുതവല്ലി PH സലീം, സയ്യിദ് കുഞ്ഞിക്കോയ തങ്ങൾ, PA അബ്ദുൾ അസീസ്, നസീബ് അദരി, സാബർ ലത്തീഫി എന്നിവർ സംബന്ധിച്ചു. ന്യൂസ് ബ്യൂറോ കോതമംഗലം. ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കോതമംഗലം ഭാഗത്ത് ഓടകൾ മണ്ണിട്ട് അടയ്ക്കുന്നതായി പരാതി. ദേശീയപാതയിൽ തൃപ്പൂണിത്തറ മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് ദേശീയപാത നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ റോഡിന്റെ ഇരുവശത്തും പല സ്ഥലങ്ങളിലും വൻതോതിൽ മണ്ണുകളും വേസ്റ്റുകളും കാനകൾ അടച്ച് തോടുകൾ നികത്തിയും വൻതോതിൽ മണ്ണ് കൂട്ടിയിട്ടിരിക്കുകയാണെന്നാണ് പരാതി. കൊച്ചി ധനുഷ്കോടി ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായി കോതമംഗലം ഭാഗത്ത് ഓടകൾ മണ്ണിട്ടടയ്ക്കുന്നതായി പരാതി. ദേശീയപാതയിൽ തൃപ്പൂണിത്തുറ മുതൽ മൂന്നാർ വരെയുള്ള ഭാഗത്ത് ദേശീയപാത നവീകരണ പ്രവർത്തനങ്ങൾ നടന്നു വരികയാണ്. ഈ നിർമ്മാണ പ്രവർത്തനങ്ങളിൽ റോഡിന്റെ ഇരുവശവും പല സ്ഥലങ്ങളിലും വൻതോതിൽ മണ്ണുകളും വേസ്റ്റുകളും കാനകളടിച്ച് തോടുകൾ നികത്തിയും വൻതോതിൽ മണ്ണ് കൂട്ടിയിരിക്കുകയാണെന്നാണ് പരാതി. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ കോതമംഗലം മുതൽ നേര്യമംഗലം വരെയുള്ള പല പ്രദേശങ്ങളിലും കാണാൻ കഴിയും. ഇക്കാരണം കൊണ്ട് മഴക്കാലം കനത്തതോടെ ദേശീയപാതയുടെ ഇരുവശത്തുമുള്ള ഓടകളും ചെറുതോടുകളുമെല്ലാം നികന്നതുമൂലം ഒരു ചെറിയ മഴ പെയ്താൽ പോലും റോഡിൽ വെള്ളം കെട്ടിക്കിടന്ന് യാത്രക്കാർക്ക് ഭീഷണിയായിരിക്കുകയാണ്. കോതമംഗലം മുതൽ നേര്യമംഗലം വരെയുള്ള നിരവധി സ്ഥലത്ത് മഴ പെയ്ത് ഓടകളില്ലാത്തത് മൂലം റോഡിൽ വെള്ളക്കെട്ട് രൂപപ്പെട്ട് യാത്രക്കാർക്ക് ഭീഷണിയായി മാറിയിരിക്കുന്നു. നെല്ലിമറ്റം മാവിൻ ചുവടിൽ വൻതോതിൽ റോഡിനിരുവശത്തുമുണ്ടായിരുന്ന ഒരു കൈത്തോടും ഓടയും അടച്ച് ലോഡ് കണക്കിന് മണ്ണ് റോഡിന്റെ ഇരുവശവും തള്ളിയതുമൂലമുണ്ടായ വെള്ളക്കെട്ട് യാത്രക്കാർക്ക് ഭീഷണിയായി മാറി. റോഡിൽ നിന്നും മണ്ണുകൾ നീക്കം ചെയ്ത് വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്ന എറണാകുളം ജില്ലാ കളക്ടറുടെ ഓർഡർ നടപ്പിലാക്കാൻ അധികാരികൾ തയ്യാറാകണമെന്ന് ജനതാദൾ S ജില്ലാ വൈസ് പ്രസിഡന്റ് മനോജ് ഗോപിയും നിയോജക മണ്ഡലം ആക്ടിംഗ് പ്രസിഡന്റ് വാവച്ചൻ തോപ്പിൽക്കൊടിയും ആവശ്യപ്പെട്ടു. കൊച്ചിയിൽ നിന്നും മൂന്നാർ വരെയുള്ള ദേശീയപാത നവീകരണത്തിന്റെ ഭാഗമായിട്ടാണ് വൻതോതിൽ മണ്ണ് പല സ്ഥലത്തുനിന്നും കൊണ്ടുവന്ന് ഇവിടെ കൂട്ടിയിട്ടിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരം
ബഹുമാനപ്പെട്ട എറണാകുളം ജില്ലാ കളക്ടറുടെ ഓർഡർ ഉണ്ടായിരുന്നു. മഴക്കാലം ശക്തമാവുകയാണ്. ദേശീയപാതയുടെ ഇരുവശവുമുള്ള മണ്ണുകളും മാലിന്യങ്ങളും നീക്കം ചെയ്യണമെന്നും സാധാരണ ഗതിയിലുള്ള തണ്ണീർത്തടങ്ങളും തോടുകളും കാനകളിലും മണ്ണ് കൊണ്ടുവന്ന് നിറച്ച് അതിൻ്റെ നീർത്തണം, അതായത് വെള്ളത്തിൻ്റെ ഒഴുക്ക് തടയരുതെന്നുമാണ് പറഞ്ഞിട്ടുള്ളത്. എത്രയും പെട്ടെന്ന് മാറ്റണമെന്ന് ആവശ്യപ്പെട്ടിട്ടും നമുക്ക് കാണാം ഇപ്പോൾ ഈ നെല്ലിമറ്റം മുതൽ കവളക്കാട് വരെയുള്ള പ്രദേശത്ത് വലിയ തോതിൽ ഈ മണ്ണിട്ടതുപോലെ ആ സൈഡിലുള്ള കാന അടഞ്ഞു കിടക്കുകയാണ്. തൊട്ട് എതിർ സൈഡിലായിട്ട് ഒരു വലിയ തോടുണ്ട്. ആ തോട് മണ്ണിട്ട് മൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ വെള്ളം എവിടെ മാറുമെന്നുള്ളത് ചെളിയും ചേറും വേസ്റ്റും ദുർഗന്ധം ഭവിക്കുന്ന രീതിയിലൊക്കെയുള്ള ഒരു ആൾ നടന്നു പോകാൻ പറ്റാത്ത അവസ്ഥ ഈ പ്രദേശത്ത് കൂടി. പള്ളിയിലേക്ക് പോകാൻ പറ്റുന്നില്ല. സ്കൂളുകളുണ്ട് ഇവിടെ തൊട്ടടുത്ത്, എത്ര ആശുപത്രികളുണ്ട്. ഇവിടെയൊക്കെ പോകണമെങ്കിൽ കാൽനടക യാത്ര സുഖമല്ല. അത് 2 വീലർ യാത്രക്കാർ പോലും വലിയ വണ്ടി വന്നാൽ ആ ചെളി അടിച്ച് കയറി. ഇപ്പോൾ ഒരു സ്ത്രീ, ആ സ്ത്രീയുടെ മുഖം ഉൾപ്പെടെ അടിച്ച് കയറി ആ സ്ത്രീ ആരെയൊക്കെ പ്രായിക്കൊണ്ട് പോകുന്നത് നമുക്ക് കാണാം. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ പ്രദേശത്ത് ഈ മാലിന്യം ഉൾപ്പെടുന്ന അല്ലെങ്കിൽ മണ്ണുകൾ നീക്കം ചെയ്ത് ഈ നീർത്തടം സുഖമായ രീതിയിൽ ആ വെള്ളം ഒഴുകാനുള്ള അവസ്ഥ ഉണ്ടാക്കണം. റോട്ടിൽ നിന്നുള്ള വെള്ളക്കെട്ട് ഒഴിവാക്കണമെന്നാണ് ഈ വേളയിൽ പറയാനുള്ളത്. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. അടിയോടി പാർക്ക് പൂതത്താൻകെട്ട് അനുബന്ധ ടൂറിസം കേന്ദ്രമായി മാറുവാൻ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി പിണ്ടിമന പഞ്ചായത്ത് 10ാം വാർഡിലെ അടിയോടി ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എറണാകുളം ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംദാസ്, ടൂറിസം പ്രൊജക്ട് എഞ്ചിനീയർ S ശ്രീജ, ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് സോമു K തോമസ് എന്നിവർ ഉൾപ്പെടുന്ന സംഘം സന്ദർശനം നടത്തി. അടിയോടി പാർക്ക് ഭൂതത്താൻകെട്ട് അനുബന്ധ ടൂറിസം കേന്ദ്രമായി മാറുവാൻ ഒരുങ്ങുന്നു. ഇതിന്റെ ഭാഗമായി പിണ്ടിമന പഞ്ചായത്ത് 10ാം വാർഡിലെ അടിയോടി ഓക്സിജൻ ബയോഡൈവേഴ്സിറ്റി പാർക്ക് എറണാകുളം ജില്ലാ ടൂറിസം ഡെപ്യൂട്ടി ഡയറക്ടർ RC പ്രേംദാസ്, ടൂറിസം പ്രോജക്ട് എഞ്ചിനീയർ S ശ്രീജ, ടൂറിസം പ്രൊമോഷൻ കൗൺസിൽ ഇൻഫർമേഷൻ അസിസ്റ്റന്റ് സോമു K തോമസ് ഉൾപ്പെടുന്ന സംഘം സന്ദർശനം നടത്തി. അടിയോടി പാർക്കിന്റെ ആധുനിക രീതിയിലുള്ള അടിസ്ഥാന സൗകര്യ വികസനവും സൗന്ദര്യവൽക്കരണവും പാർക്കിന്റെ ആശയം മുന്നോട്ട് വെച്ച് പദ്ധതി പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകുന്ന SM അലിയാരുമായി സംസാരിച്ചു. ജില്ലാ പഞ്ചായത്ത് മെമ്പർ റഷീദ സലീം ഫണ്ട് അനുവദിച്ച് സ്ഥാപിച്ചിട്ടുള്ള ഓപ്പൺ ജിമ്മും 3 വശവും വെള്ളത്താൽ ചുറ്റപ്പെട്ട് കിടക്കുന്ന മിനി ഡാം സൈറ്റിലെ തുരുത്തു പോലുള്ള സ്ഥലത്തിന്റെ മനോഹാരിതയും വൈവിധ്യമുള്ള മരങ്ങളും തണലും നനുത്ത കാറ്റും സംഘത്തിന് ഏറെ ഇഷ്ടപ്പെട്ടു. ടൂറിസത്തിന് വലിയ സാധ്യതകളുണ്ടെന്ന് സംഘം വിലയിരുത്തി. കുട്ടികളുടെ പാർക്ക്, മ്യൂസിക്കൽ ഫൗണ്ടൻ, സാംസ്കാരിക വായന പാർക്ക്, വയോജന ഭിന്നശേഷി സൗഹൃദ പാർക്ക്, റേഡിയോ പാർക്ക്, ശാസ്ത്ര ഗണിതശാസ്ത്ര പാർക്ക്, ഗെയിം കോർണർ, കുട്ടികളുടെ മ്യൂസിയം, ഗ്രന്ഥശാല, ഷട്ടിൽ വോളിബോൾ കോർട്ടുകൾ, സേഫ്റ്റി കനാൽ, കൊട്ടവഞ്ചി, ചെറിയ ചെങ്ങാടം, കയാക്കിംഗ്, ലോ ലെവൽ, ഹൈ ലെവൽ കനാലിൽ നീന്തൽ അറിയുന്നവർക്ക് ഉയർന്നു ചാടി നീന്തിക്കുളിക്കുന്നതിന് ആധുനിക രീതിയിലുള്ള നീന്തൽ കേന്ദ്രം, ലോ ലെവൽ സേഫ്റ്റി കനാൽ സംഗമ സ്ഥലത്ത് മിനി ഫ്ലോട്ടിംഗ് ബ്രിഡ്ജ്, മിനി ഡാമിൽ ഷട്ടറിന് സമീപം മെയിൻ കനാലിൽ സുരക്ഷിത ചൂണ്ടയിടൽ കേന്ദ്രം, പാർക്കിൽ കൃത്രിമ മഴയിൽ കുളി, വിശ്രമ കേന്ദ്രവും കോഫി ഷോപ്പും, നാടൻ ഭക്ഷണശാലയും, വാഹന പാർക്കിംഗ് ഏരിയ ഉൾപ്പെടുന്ന വിപുലമായ പ്രോജക്ട് റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിക്കും. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. മഴക്കാലത്തിന് മുന്നോടിയായി വിവിധ വകുപ്പുകളും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളും നിർവഹിക്കേണ്ട മുന്നൊരുക്കങ്ങൾ സമയബന്ധിതമായി പൂർത്തിയാക്കണമെന്ന് ജില്ലാ കളക്ടർ ഷീബ ജോർജ്. കുടിവെള്ള വിതരണത്തിനായി വെട്ടിപ്പൊളിച്ച റോഡ് കോൺക്രീറ്റ് ചെയ്തില്ല. മഴയിൽ റോഡ് തകർന്നു. വാഴത്തോപ്പ് പഞ്ചായത്തിൽ ഭൂമിയാങ്കുളം വാസപ്പാറ കൊക്കരക്കുള്ള റോഡിലാണ് ഇങ്ങനെയൊരു ദുരവസ്ഥ. മുസ്ലിം യൂത്ത് ലീഗ് ഇടവെട്ടി പഞ്ചായത്ത് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ ആദരിച്ചു. മുസ്ലിം ലീഗ് സംസ്ഥാന പ്രവർത്തക സമിതി അംഗം PM അബ്ബാസ് മാസ്റ്റർ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. കോടിക്കുളം അഞ്ചക്കളം ദേവസ്വം ട്രസ്റ്റിന്റെ കീഴിലുള്ള അഞ്ചക്കളം മഹാദേവി ക്ഷേത്രത്തിൽ ആദ്യത്തെ വെള്ളിയാഴ്ച ആചരണവും മഹാകാരി സിദ്ധി പൂജയും നടന്നു. ക്ഷേത്രം ആചാര്യൻ ചേർത്തല സുമിത് തന്ത്രികളുടെ മുഖ്യ കാർമ്മികത്തിലാണ് ചടങ്ങുകൾ നടന്നത്. മുതലക്കൊടൻ ജയ്ഹിന്ദ് ലൈബ്രറി ആരംഭിച്ച പാട്ടുപുര 2ാം മാസവും സംഘടിപ്പിച്ചു. താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് ജോർജ് അഗസ്റ്റിൻ ഉദ്ഘാടനം നിർവഹിച്ചു. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു.